ഹലോ. അപ്പോൾ എന്താ വന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിരിക്കും. എന്നെപ്പോലത്തെ ആൾക്കാർക്ക് അത് സ്ഥിരം അറിയുന്നതായിരിക്കും. പക്ഷെ കേൾക്കുന്ന ചിലർക്ക് അവരുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം. എന്തായാലും നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതൊരു ചുരിദാർ തയ്ക്കാനാണ്. ചുരിദാർ എന്ന് പറഞ്ഞാൽ കുർത്തി, ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് തയ്ക്കാൻ തന്നത്. ആ തയ്ക്കാൻ തന്ന ചേച്ചിയും ആ ചേച്ചിയുടെ പോലെ ഇരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. മൈൻഡ് അതേപോലെ ഇരിക്കുന്ന കുറേ പേരുണ്ട്. എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ വിചാരം നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. എനിക്ക് തയ്ക്കാൻ തരുമ്പോൾ പുള്ളിക്കാരുടെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് അതിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് തയ്ച്ചിട്ട് വീണ്ടും എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ഉണ്ട് അവർ ഇങ്ങോട്ട് നേരിട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോകണം. ഓക്കെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, അതൊക്കെ ഞാൻ പോവാം. പക്ഷേ ഒരു കാര്യം ഞാൻ പലതവണ നോട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്തെന്ന് വെച്ചാൽ ഇവർ തുണി തരുമ്പോൾ ഇവരുടെ വിചാരം ഈ തുണി കൊണ്ട് ആകെ ഒരു 3.5 മീറ്റർ തുണിയേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ തുണി കൊണ്ട് ഒരു 3 പേർക്ക് ഡ്രസ്സ് തയ്ക്കാമെന്നാണ് പുള്ളിക്കാരിയുടെ വിചാരം. അപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് തരാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി, സാന്ദ്രേ ഇതിനെത്ര ഇത് വാങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കുട്ടികളും ബഹളം വയ്ക്കുകയാണ്, അവർക്കും വേണം. എനിക്ക് തയ്ച്ചു കഴിഞ്ഞിട്ട് എത്ര അവർക്ക് തയ്ക്കാനുണ്ടാവുമോ, അല്ലെങ്കിൽ ഇത് എത്ര വേണം ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ? അപ്പം ഞാൻ പറഞ്ഞു 3.5 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ എന്തായാലും വേണം. സ്ലീവിൽ അഡ്ജസ്റ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കാനായിട്ട്, നമുക്ക് നല്ല ഫിനിഷിങ് ചെയ്യാനായിട്ട് ഒരു 3 മീറ്റർ എന്തായാലും വേണം. വലിയൊരു 3.5 മീറ്റർ എന്തായാലും വേണം എന്ന് പറഞ്ഞു. ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ 3.5 മീറ്റർ എന്തായാലും വേണം. അപ്പോൾ കുഴപ്പമില്ല, ബാക്കിയുള്ള തുണിക്ക് കുട്ടിക്ക് തയ്ക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരും, ഇതെങ്ങനെയാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇത്ര ലെങ്ത്തിൽ ചുരിദാർ വരും, ടോപ്പ് ഇത്ര ലെങ്ത്തിൽ വരും, സ്ലീവിന് ഇത്ര തുണി വരും. അവിടെ വെച്ച് നോക്കിയപ്പോണ്ട് ഒരൊറ്റ തുണി ബാക്കിയില്ല. പുള്ളിക്കാരിക്ക് എപ്പോഴാ കത്തി അതിൽ നിന്ന് തുണിയൊന്നും ബാക്കിയല്ല. എപ്പോഴും ഈ വീഡിയോ ആ ചേച്ചി കാണുന്നുണ്ടെന്ന് ചിലവ് ക്ഷമിക്കണം, പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇതേപോലത്തെ ഒരുപാട് പേരുണ്ട്. അതാണ് പുള്ളിക്കാരി എപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നാലും നമ്മൾ അതിൽ നിന്ന് ബാലൻസ് വരുന്ന തുണി പുള്ളിക്കാരി കൊടുക്കണം. അതെന്നോട് ചോദിച്ച് മേടിക്കാറുണ്ട്. ശരി, നമുക്ക് അവരുടെ തുണി വേണ്ട, നമ്മൾ കൊടുക്കും. പക്ഷേ വേസ്റ്റ് തുണി ആണെങ്കിൽ കൂടി ഞാൻ ആ പുള്ളിക്കാരിക്ക് കൊടുക്കും. കാരണം അവരുടെ വിചാരം നമ്മൾ ഏതാണ്ട് ഇവരുടെ തുണി മോഷ്ടിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവായിരിക്കട്ടെ. ചിലപ്പോൾ പിശിക്ക് തയ്ച്ച് അവർക്ക് തയ്ക്കുന്ന ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തയ്യൽക്കാരും ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ആ കൂട്ടത്തിലുള്ളതല്ല. അങ്ങനെ വീഡിയോസിലൊക്കെ ഞാൻ തവണ കണ്ടിട്ടുണ്ട് കോമഡി ആയിട്ട് ചെയ്യണം. പക്ഷെ അതെനിക്കൊരു കാര്യമായിട്ട് തോന്നില്ല. ചിലവരുണ്ടാവായിരിക്കും, എന്നെല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ ഈ ചിലവർ ആ ഒരു രീതിയിൽ എല്ലാവരും കാണും. അതാണ് പറയാനുള്ളത്. ഈ ചേച്ചിയും അങ്ങനെ എന്നെ കണ്ടു. നമ്മൾ അവരുടെ തുണിയൊന്നും എടുക്കുന്നില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ഇത്തിരി തുണി കിട്ടിയിട്ട് എന്താണ്, എനിക്കൊരു ആങ്കൊച്ചാണ്. ഞാനപ്പോൾ അവരെ വേസ്റ്റ് തുണി വരുന്നത് ഞാൻ നേരെ ചാക്കിലിടാൻ കാട്ടിക്കളയാം, അല്ലെങ്കിൽ കത്തിച്ച് കളയാം. അതാണ് എൻ്റെ പരിപാടി. അപ്പം നമുക്ക് ഈ തുണിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ പലതവണ ഈ ചേച്ചി എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ബാലൻസ് തുണി വീട്ടിലില്ലേ, കുട്ടിക്ക് തയ്ച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് തുണി വീട്ടിലില്ല. ഞാൻ പറയാം എൻ്റെ ഇല്ല തുണി. അവരുടെ വിചാരം നമ്മളിവിടെ എടുത്തു വെച്ചേക്കാണെന്നാ. എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ പൈസയുടെ കാര്യത്തിലായാലും ഒരു 400 രൂപയ്ക്കുള്ള കുർത്തി തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 700 രൂപയ്ക്കുള്ള പണി നമ്മളെ കൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം, പൈസ തന്നതിന് ശേഷം അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പം ഇങ്ങനെയുണ്ട് കുറേ ആൾക്കാർ എന്ന് വേണം ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. തയ്ക്കണ ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. പല വീഡിയോയിലും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടേ, നമ്മളിങ്ങനെ കളിയാക്കണ രീതിയിലുള്ള ഒരിത്. എല്ലാവരും അതങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഉള്ളവരുണ്ടാവായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുക. കസ്റ്റമറും നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതും കൂടെ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.